എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒത്തിരി കറികൾ കഴിക്കുന്നതിന് തുല്യമാണ് ഈ ഒരൊറ്റ കറി. അതായത് അത്രയും ഗുണമുള്ള ഒരു റെസിപ്പിയാണെന്നർത്ഥം. നമ്മുടെ സദ്യയിലെ കേമനായിട്ടുള്ള റെസിപ്പി ഇഞ്ചിക്കറി. ചില നാടുകളിൽ ഇഞ്ചിക്കറിയാണെങ്കിൽ മറ്റ് ചില നാടുകളിൽ പുളിയിഞ്ചിയാണ് കേമൻ. ഇഞ്ചിക്കറി 5 കറിക്ക് തുല്യം എന്നാണ് പറയാം. അപ്പോൾ ഈ ഇഞ്ചിക്കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇതുപോലെ കനം കുറഞ്ഞ് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അരിയാം, പക്ഷെ കനം കുറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഏകദേശം 2 പിടി ഇഞ്ചി ചെറുതായി അരിഞ്ഞ് കനം കുറഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിന് 1 പിടി ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതായത് ഒരു 10-12 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി നന്നായി വഴറ്റി കൊടുക്കുക. ഇഞ്ചി നന്നായി മൂത്ത് വരണം, എന്നാലാണ് കറിക്ക് സ്വാദ് ഉണ്ടാവുള്ളൂ കേട്ടോ. നല്ല ബ്രൗൺ കളറ് ആയി വരണം. ഏകദേശം ഞാനൊരു ഗോൾഡൻ കളർ പരുവത്തിലാണ് ഇഞ്ചി വറുത്ത് കോരുന്നത്. ഇതുപോലെ ബ്രൗൺ കളറിലാണ് കേട്ടോ ഞാൻ വറുക്കുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഇഞ്ചി ആയിട്ടുണ്ട്. ഇനി ഇതിനും കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടിയും ബ്രൗൺ കളറാക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറിയുടെ നിറവും അത് നല്ല ഡാർക്ക് ബ്രൗൺ ആയി കിട്ടും. ഞാനിപ്പോൾ ഏകദേശം റെഡിഷ് കളറിലുള്ള ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കരിയാതെ നോക്കണം കേട്ടോ വറുക്കുമ്പോൾ. ഇനി അത് ഞാൻ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ഒരു 5-6 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കുക. എരിവ് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇഞ്ചി ആയതുകൊണ്ട് ഇഞ്ചിക്ക് നല്ല എരിവുണ്ടാവും. അതിന് പുറമേ തന്നെ പച്ചമുളക് ചേർക്കുമ്പോൾ സൂക്ഷിച്ച് ചേർക്കണം. ഞാനൊരു 5-6 എണ്ണം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിയൊക്കെ ചേരുമ്പോൾ എരിവ് പാകത്തിനാവും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് സവോള ഒന്ന് മൂത്ത് ഗോൾഡൻ ബ്രൗൺ കളറായി സവോള മാറി വരുമ്പോൾ വേണം പുളിവെള്ളം ചേർക്കാനായിട്ട്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി 1/4 ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും 1 നുള്ള് കായപ്പൊടിയും കൂടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സ്റ്റൗ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് തന്നെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഉള്ളി നന്നായി വേവണം. അതിനുവേണ്ടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് നമുക്ക് ഉള്ളി നന്നായി വേവിച്ചെടുക്കണം. ഉള്ളി നന്നായി വെന്ത് ഉടയണം കേട്ടോ. നന്നായി വെന്ത് വരുമ്പോഴാണ് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി ഒട്ടും വെള്ളം ചേർക്കാതെ പൊടിച്ച് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇതുപോലെ വറുത്ത ഇഞ്ചി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ പൊടിച്ചിട്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് കുറച്ച് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ വരെ ശർക്കര ചേർത്ത് കൊടുക്കാൻ ഞാൻ ചേർക്കുന്നില്ല. ഇവിടെ പുളിയിഞ്ചിക്കാണ് ശർക്കര മധുരം ഇഷ്ടമുള്ളത്. ഇഞ്ചിക്കറി ഉണ്ടാക്കുമ്പോൾ മധുരം ചേർക്കുന്നത് ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ഇഞ്ചിക്കറി കുറച്ച് മധുരത്തിലേക്ക് ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഈ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നന്നായിട്ട് ഒരു 5 തൊട്ട് 7 മിനിറ്റ് വരെ അടച്ച് വെച്ച് കുറുക്കി ഇതുപോലെ എടുക്കുക. ഇപ്പോൾ നമ്മളുടെ ഇഞ്ചിക്കറി കറക്റ്റായിട്ടുണ്ട്. ഇനി ചൂടാറുമ്പോൾ ഒന്നും കൂടി കുറുകിട്ടോ. നന്നായിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ലൊരു കളർ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുളക് പൊടി ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. ഇഞ്ചി നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ വറുത്തെടുത്താൽ ഇതുപോലെ കളർ കിട്ടും. ഒന്നും കൂടി നന്നായിട്ട് വറുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള കളറായിരിക്കും കിട്ടുക. ഇനി നമുക്കിതിലേക്ക് ഒരു വറവ് തയ്യാറാക്കാം. അതിനുവേണ്ടി വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കുറച്ച് കടുകും ഉലുവയും കൂടിയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടിയും ചേർത്ത് പൊട്ടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദുള്ള ഇഞ്ചിക്കറി ദഹനത്തിന് വളരെ നല്ലതാണ് കേട്ടോ. കുറച്ച് തൈരും ചോറും ഈ ഇഞ്ചിക്കറി മാത്രം മതി നമുക്ക് ചോറ് മുഴുവൻ കഴിക്കാനായിട്ട്. പുളിയിഞ്ചി ഇഷ്ടപ്പെടുന്നവർക്ക് പുളിയിഞ്ചിയുടെ റെസിപ്പി ഇതിന് ഞാൻ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ഇഞ്ചിക്കറി തയ്യാറാക്കി നിങ്ങളുടെ വലിയേറിയ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലും ഞാനിടുന്ന ഇതുപോലെയുള്ള റെസിപ്പികളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ വരുള്ളൂ. വേറൊരു ടേസ്റ്റി റെസിപ്പിയെ കാണാം. Thank you.